ഈശോ പറഞ്ഞ് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞില്ലേ? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെന്താ? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിന്റെ മടിയിലോട്ട് ചുരിയോ. അപ്പോൾ നോക്കിയാൽ തരണതിനൊരു പരിധിയില്ല. അപ്പോൾ എന്താണ്? കൊടുക്കണതിനും പരിധി ഉണ്ടാവരുതെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് കൊടുക്കാം, അത് ഈസിയാണ്. സമയം കൊടുക്കാം, അത് ഈസിയാണ്. പ്രസൻസ് കൊടുക്കാം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. മനസ്സിലായില്ലേ? വലിയ വചനമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് സമയം കൊടുക്കാം, ദാറ്റ്സ് വെരി ഈസി. ഉള്ളവന് കൊടുത്താൽ എന്താ കുഴപ്പമാവും? പിന്നെന്താണ്? സമ്പത്ത് കൊടുക്കാം, പിന്നെ സമയം കൊടുക്കാം, പിന്നെ എന്ത് കൊടുക്കാം? സമയം കൊടുക്കാം. കുറേ സമയമൊക്കെ ചിലവർക്ക്, പക്ഷേ സാന്നിധ്യം കൊടുക്കാം. അയ്യോ, അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് സാന്നിധ്യം, രോഗികൾക്ക് സാന്നിധ്യം കൊടുക്കണത്. സാന്നിധ്യത്തിനെതിരെ നിസ്സഹായമായി നിൽക്കുന്നവർക്ക് സാന്നിധ്യം കൊടുക്കണവർ. അപ്പം അതൊക്കെ വരുമ്പോഴാണ് അമർത്തി, പിന്നെന്താണ്? കുലുക്കി, അപ്പോഴും അളവ് കൂടുകയാണ്, നിറച്ച് അളന്ന് എൻ്റെ മടിയിലോട്ട് ചൊരിയുക. അപ്പോൾ കർത്താവ് തരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വലിയ വചനങ്ങൾ പാലിക്കുന്നത്. ചെറിയ വചനം ഇപ്പം 5:19